വിഘ്നങ്ങളെല്ലാം തന്നെ തീരുവാൻ വേണ്ടി ആദ്യം പൂജിക്കുന്ന ദേവനാണ് ഗണപതി ഭഗവാൻ. പൊതുവേ ഗണപതി ഹോമം തടസ്സങ്ങൾ നീങ്ങുവാനായിട്ടാണ് ചെയ്യുക പതിവ്. പുതിയ വീട്ടിൽ താമസം ആരംഭിക്കുന്ന സമയത്തിൽ അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുമ്പോൾ അങ്ങനെ ഏതൊരു കർമ്മത്തിൻ്റെയും പ്രാരംഭത്തിൽ തടസ്സങ്ങൾ ഏതുമില്ലാതെ കാര്യവിജയം സുസാധ്യമാക്കുവാനായി ഗണപതി ഹോമം നമ്മൾ ചെയ്യുന്നു. ഗണപതി ഹോമം ഒന്നല്ല, പല സങ്കല്പങ്ങളിലും പല കാര്യങ്ങൾക്കും വേണ്ടി ഗണപതി ഹോമം ചെയ്യിക്കാറുണ്ട്. മഹാഗണപതി ഹോമം, ബാലഗണപതി ഹോമം, ചെങ്കണപതി ഹോമം, ഉച്ഛിഷ്ട ഗണപതി ഹോമം, ജഗന്മോഹന ഗണപതി ഹോമം എന്നിങ്ങനെ പല പല രീതിയിൽ ഗണപതി ഹോമം തന്നെ പല പല സങ്കല്പത്തിലും ചെയ്യാറുണ്ട്. തടസ്സങ്ങൾ മാറ്റുവാൻ മാത്രമാണ് ഗണപതിയെ പ്രീതിപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ഗണപതി ഹോമം നടത്തേണ്ടത് എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ അങ്ങനെയല്ല എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഗണപതി ഹോമം ഒന്നുകൊണ്ട് മാത്രം ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധി ഉണ്ടാക്കാവുന്നതാണ്. സകലവിധ ബാധാശല്യങ്ങളും അകന്ന് കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായും എല്ലാവരാലും ആകർഷിക്കപ്പെടുവാനും രാത്രി വിഘ്നേശ്വര ബലി ചെയ്യാറുണ്ട്. അഷ്ടദ്രവ്യങ്ങൾ കൂട്ടിയിട്ടുള്ള ഗണപതി ഹോമം വളരെ വളരെ വിശേഷമാണ്. ഗണപതി ഹോമം നടത്തുന്നവർ ഹോമകുണ്ഡത്തിൽ ഓരോ കാര്യങ്ങൾക്കും വ്യത്യസ്തങ്ങളായിരിക്കുന്ന ദ്രവ്യങ്ങളാകും ഹോമിക്കുക. സാധാരണ കണ്ടുവരുന്നത് അഷ്ടദ്രവ്യങ്ങൾ കൊണ്ടുള്ളതായിരിക്കുന്ന ഗണപതി ഹോമം തന്നെയാണ്. എന്നാൽ ഉന്മാദം മുതലായ ബുദ്ധിഭ്രമദോഷങ്ങൾ അകലുവാൻ കുറുമ്പുല്ല് 4 വിരൽ നീളത്തിൽ മുറിച്ച് ത്രിമധുരത്തിൽ മുക്കി വിധിപ്രകാരം ഗണപതി ഹോമം ചെയ്താൽ അതെല്ലാം തന്നെ ആ ഉന്മാദ ദോഷങ്ങളെല്ലാം തന്നെ നീങ്ങി ആ സാധകന് അഥവാ ഹോമം ചെയ്യിപ്പിച്ച വ്യക്തിക്ക് നല്ല ബുദ്ധി ഉണ്ടാകുമെന്നാണ് പറയുക. അതുപോലെ തന്നെ കദളിപ്പഴമാണ് ഹോമത്തിൽ ദ്രവ്യമായി സമർപ്പിക്കുന്നത് എങ്കിൽ ആ ഹോമം ചെയ്യിപ്പിച്ചിട്ടുള്ളതായിരിക്കുന്ന വ്യക്തിക്ക് സകല ജനങ്ങളും വശ്യമായി തീരും.